തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇന്ന് രാജ്യവ്യാപകമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടത്തെ കോൺഗ്രസുകാരും രാജ്യവ്യാപകമായി അവർ ഒരുമിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം ജനങ്ങളെ പറ്റിക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ നിന്ന് അവരുടെ കൂട്ടുകെട്ടിനെ മറച്ചുവെക്കാൻ വേണ്ടി നടത്തുന്ന കാപട്യത്തിന്റെ അവസാന ദിനങ്ങളായിരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ കേരളത്തിൽ 20% വോട്ടുള്ള ഒരു നമ്പർ 1 രാഷ്ട്രീയ പാർട്ടിയാണ്. ജാർഖണ്ഡ് നമ്മളാണ് ഭരിക്കുന്നത്, ഛത്തീസ്ഗഡ് നമ്മളാണ് ഭരിക്കുന്നത്, ഹരിയാന നമ്മളാണ് ഭരിക്കുന്നത്, ഡൽഹി നമ്മളാണ് ഭരിക്കുന്നത്, ബീഹാർ നമ്മൾ ഭരിക്കുന്നു. അതായത് ഇപ്പൊ ബീഹാറിൽ അതിശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടിയിട്ടുള്ള വിജയമാണ്. എണ്ണി പറഞ്ഞാൽ കർണാടകയിൽ കോൺഗ്രസ് ഉണ്ട്, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ട്. വേറെ എവിടെയും ഈ 2 പാർട്ടികളും ഇല്ലാത്ത രീതിയിലേക്ക് പ്രാദേശിക തലത്തിൽ അതത് പാർട്ടികളുടെ കൂട്ടും കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിക്കെതിരെ അവര് സംസാരിക്കാൻ വേണ്ടി എപ്പോഴും വിടുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ ആകെ രാഹുൽ പ്ലസ് പിണറായി വിജയൻ = ഇന്ത്യ മുന്നണി. അതാണ് ദേശീയ തലത്തിൽ നടക്കുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോഴും കുറച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ളത് കൊണ്ടും കുറച്ച് നല്ല കോൺഗ്രസുകാരുള്ളത് കൊണ്ടും അവരുടെ മുന്നിൽ ഇതങ്ങോട്ട് തുറന്ന് പറയാനുള്ള ഒരു വൈക്ലഭ്യം പിണറായി വിജയനും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും. അതുകൊണ്ട് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇവർ രണ്ടും ഒന്നാണ്. ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മതി. ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ഗ്രൗണ്ടിലുണ്ട്, ഞങ്ങളുടെ ഓപ്പോസിറ്റ് നിങ്ങൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല. എന്താണ്? കോൺഗ്രസിന് ബദൽ മാർക്സിസ്റ്റ് അല്ല, ഭാരതീയ ജനതാ പാർട്ടിയാണ് കേരളത്തിൽ എന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ കോൺഗ്രസ് മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പഞ്ചായത്തിന്റെ ഭരണം ഏൽപ്പിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA മുന്നണി ഈ രാജ്യ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയപ്പോഴാണ് ഇവിടത്തെ 300ഓളം വരുന്ന പദ്ധതികൾ അത് രാജ്യത്ത് നടപ്പിലാക്കിയത്. ബീഹാർ തെരഞ്ഞെടുപ്പുണ്ടായി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് അതിശക്തമായിട്ടുള്ള ഭൂരിപക്ഷം അവിടുത്തെ ജനങ്ങൾ കൊടുത്തു. എങ്ങനെയാ കൊടുത്തത്? ഒരു സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് റോഡ് പോകുമ്പോൾ ആ റോഡ് പാവപ്പെട്ടവര് തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തു നിന്ന് ഗ്രാമീണ സഡക് യോജന റോഡുകൾ മുഖ്യധാര റോഡുകളുമായിട്ട് കണക്ട് ചെയ്യപ്പെടും. ആ റോഡുകൾക്ക് ആവശ്യമായ കോടികൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ബീഹാറിലെ അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 10,000 രൂപ കൊടുക്കും എന്ന് ശ്രീമാൻ നിതീഷ് കുമാർ പറഞ്ഞപ്പോൾ അവർക്ക് സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ, ഇവിടത്തെ പോലെയല്ല, അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ബീഹാറിലെ ലല്ലു പ്രസാദ് യാദവിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ശ്രീമാൻ നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രിയായി രംഗത്ത് വന്നത്. 1 തവണയല്ല, 2 തവണയല്ല. ജനങ്ങളോട് നിതീഷ് കുമാർ വോട്ട് ചോദിക്കുമ്പോൾ നിതീഷ് കുമാറിന് ജനങ്ങൾ വോട്ട് കൊടുക്കും. അത് നിതീഷ് കുമാർ പ്ലസ് നരേന്ദ്രമോദിയുടെ പ്രവർത്തനം കൊണ്ടാണ് ബീഹാറിലെ ജനത ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് ഇത്ര കണ്ട് ഭൂരിപക്ഷം നൽകിക്കൊണ്ട് വിജയിപ്പിച്ചത്. അപ്പൊ കോൺഗ്രസ് പറയാണ് മെഷീൻ വെച്ചതാണ്, അത് തന്ത്രമാണ്. അപ്പൊ കർണാടകയിൽ നിങ്ങൾ മെഷീനാണോ വെച്ചത്? കർണാടകയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA കർണാടകയിൽ ഞങ്ങൾ പരാജയപ്പെട്ടല്ലോ, നിങ്ങൾ വിജയിച്ചല്ലോ. നിങ്ങൾ വിജയിച്ചപ്പോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അത് മെഷീൻ വെച്ചതാണ് കർണാടകയിലെന്ന്? ഞങ്ങൾ ആരും പറഞ്ഞില്ല. അപ്പൊ കർണാടകയിൽ കോൺഗ്രസ് വിജയിക്കുമ്പോൾ ചാനൽ മുറിയിൽ കയറിയിരുന്നു കൊണ്ട് ഇത് ഞങ്ങളുടെ പ്രതാപമാണ് എന്ന് വിളിച്ചു പറയുകയും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല എന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ എന്താ നടക്കുന്നത്? കേരളത്തിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു. കേരളത്തിലെ പാവപ്പെട്ടവന് ഒരു കുട്ടി ആശുപത്രിയിൽ കിടക്കാൻ വേണ്ടി പോയപ്പോ
ആ കുട്ടിക്ക് കാവലിരിക്കാൻ വേണ്ടി പോയ അമ്മ കെട്ടിടം തകർന്ന് മരിച്ചു. എന്തൊരു ഗതികേടാണിത്! കെട്ടിടം തകർന്ന് ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ അമ്മ മരിച്ചപ്പോ എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ചെന്നു, അമ്മയുടെ കുടുംബാംഗങ്ങളെ സമാധാനിപ്പിച്ചു, നഷ്ടപരിഹാരം കൊടുത്തു. കൊല്ലത്തൊരു സ്കൂളില് ഒരു ചെറിയ കുട്ടി, നമ്മുടെ എല്ലാം തന്നെ പിഞ്ചോമനയായിട്ടുള്ള ഒരു കുട്ടി, ആ സ്കൂളില് പിടഞ്ഞു വീണ് ഷോക്കേറ്റ് മരിച്ചു. ആ കുട്ടി മരിച്ചപ്പോ ആ കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. മലപ്പുറം ജില്ലയിലെ ഇതുപോലെ തന്നെ പന്നിയെ പിടിക്കാൻ വേണ്ടി കെണിയൊരുക്കി. പന്നിയെ പിടിക്കാൻ കെണിയൊരുക്കുമ്പോ KSEBയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമല്ലോ, ഇങ്ങനെയുള്ള മേഖലകളിൽ ഏത് സമയത്തെല്ലാം ജനങ്ങൾക്ക് പോകാം, ഏത് സമയത്ത് ജനങ്ങൾ പോകരുത് അറിയില്ലേ? ആ KSEBയുടെ ജീവനക്കാര് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവുകേട് കൊണ്ട് അവിടെയും ഒരാൾ മരിച്ചപ്പോ എല്ലാവരും ഓടിയെത്തി സമാധാനിപ്പിച്ചു, പത്രസമ്മേളനം വിളിച്ചു, പൈസ കൊടുത്തു. അപ്പൊ കേരളത്തിൽ ഒരാൾ മരിക്കണം, അല്ലെങ്കിൽ ഒരാളെ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ട് ഒരാൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോ മാത്രം നിങ്ങൾ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ്, നിങ്ങൾ ആശുപത്രിയെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാനും ഇവിടുത്തെ പാവപ്പെട്ടവന് നരേന്ദ്രമോദി കൊടുക്കുന്ന പണം അത് കൊടുക്കുന്നുണ്ടോ? എന്താണ് 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, കേരളം നടപ്പിലാക്കുന്നില്ല. ഈ പഞ്ചായത്തിലെ മുഴുവൻ മനുഷ്യരും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 70 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ആശുപത്രിയിൽ പോകാനുള്ള പണം അത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുക്കുമ്പോ അതെല്ലാ സംസ്ഥാനങ്ങളും വാങ്ങിയെടുത്ത് ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസുകാരൻ പ്രതിപക്ഷത്ത് പറയണ്ടേ? കേരള നിയമസഭയ്ക്കകത്ത് എണീറ്റ് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചോദിക്കണ്ടേ പിണറായി വിജയനോട്, ഈ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി അതെന്താ നിങ്ങൾ ഇവിടെ നടപ്പിലാക്കാത്തത് എന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കാൻ ഒരൊറ്റ കോൺഗ്രസുകാരനും കേരള നിയമസഭയിൽ എണീറ്റ് നിൽക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീടില്ലാത്ത ഒരാൾ പോലും നമ്മുടെ രാജ്യത്തുണ്ടാകരുത് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, ആ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ പരിപാടി എവിടെ എത്തി? എത്ര പേർ പാർലത്ത് വീടില്ലാത്തവരുണ്ട്? എന്താ വീടില്ലാത്തവർ കേരളത്തിൽ ഇത്ര അധികമായിട്ടുള്ളത്? സ്ഥലമില്ലാത്തത് കൊണ്ടാണെങ്കിൽ ഇവിടുത്തെ മാഫിയകളുടെ കൈകളിലുള്ള ഭൂമി പിടിച്ചെടുക്കണ്ടേ? വലിയ വലിയ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്കെതിരെ സംസാരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ നാവിറങ്ങിപ്പോയോ? എത്ര ഹെക്ടർ കൃഷിഭൂമിയും എത്ര ഹെക്ടർ കരഭൂമിയും ഇന്നിവിടെ മാഫിയകളുടെ കൈകളിൽ അവർ അടക്കി പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പാവങ്ങൾക്ക് വീടിന് വേണ്ടിയിട്ട് 3 സെന്റ് സ്ഥലം കൊടുക്കാനോ 5 സെന്റ് സ്ഥലം കൊടുക്കാനോ സാധാരണക്കാരനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനോ എന്തേ മാർക്സിസ്റ്റ് പാർട്ടി സമരം നടത്താത്തത്? ആകെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയുമോ? സഹകരണ ബാങ്കുകളിൽ കൊള്ള, അമ്പലങ്ങളിൽ കൊള്ളയടിക്കാൻ വേണ്ടി നടക്കുന്നവരെ വിരൽ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകുമ്പോ എല്ലാം കളവ് നടത്തും. 39 ഏക്കർ സ്ഥലം ഒരു പ്രൈവറ്റ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം പണിയാൻ. എന്തിനു വേണ്ടിയിട്ടാ പണിയുന്നത്? മെസ്സിയെ കൊണ്ടുവരാൻ. എന്നിട്ട് മെസ്സി വന്നോ? മെസ്സി വരുന്നില്ല. പക്ഷേ സ്റ്റേഡിയം 39 ഏക്കർ കൊച്ചി പട്ടണത്തിൽ എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ ഭൂമി 1 സെന്റിന് 10 കോടിയിൽ പരം വില വരുന്ന ഇത്രയും വലിയ ഭൂമി അതൊരുത്തന് എഴുതി കൊടുക്കാൻ കരാർ എഴുതി കൊടുക്കാതെ, ഒരു കരാറുമില്ലാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിക്ക് ആ സ്ഥലം എഴുതി കൊടുക്കാൻ തീരുമാനിച്ചത്? എങ്ങനെയാണ് അവിടുത്തെ ചെയറുകൾ നിർമ്മിക്കുന്നത്? എങ്ങനെയാണ് ഈ അഴിമതിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത്? ഈ അഴിമതി തന്നെയാണ്. അതായത് മരമുറിക്കാരന് ഇതുപോലെ 39 ഏക്കർ പതിച്ചു കൊടുക്കുന്നത് പോലെയാണ് മുരാരി ബാബുവിന് അയ്യപ്പന്റെ തിരുസന്നിധിയിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഹൃദയം വെച്ചു കൊടുത്തിട്ടുള്ള ശബരിമല സന്നിധാനത്തു നിന്ന് കട്ടിളപ്പാളി ഇളക്കി കൊണ്ടുപോകാൻ അവസരമൊരുക്കി കൊടുത്തത്. അപ്പോ സ്പോർട്സിന്റെ വകുപ്പ് മന്ത്രി കള്ളനാണെങ്കിൽ വാസവൻ കാട്ടുകള്ളനല്ലേ? അപ്പൊ വാസവൻ രാജിവെക്കണ്ടേ? ദേവസ്വം വകുപ്പിൽ മന്ത്രി ഇരുന്നു കൊണ്ട് ഒരു കളവിനെ കുറിച്ച് അന്വേഷിച്ചാൽ പ്രതിയെ പിടിക്കാൻ പറ്റുമോ? പ്രതിയെ പിടിക്കാൻ പറ്റില്ല. കേരള പോലീസ് ആരുടെയാണ്? പിണറായി വിജയന്റെ പോലീസാണ്. കേരള പോലീസിന് കഴിവും പ്രാപ്തിയുമുള്ള പോലീസുകാരില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പോലീസുകാർ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ ഒന്ന് നിവർന്നു നിന്നാൽ
ഡിവൈഎസ്പി തന്റെ കൃത്യം നിർവഹിക്കാൻ ശ്രമിച്ചാൽ, SP തന്റെ കൃത്യം നിർവഹിക്കാൻ ശ്രമിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ വാറോല വരും. ജില്ലാ സെക്രട്ടറി വിളിച്ചു ചോദിക്കും, നിനക്ക് നിന്റെ ഭാര്യയും കുട്ടിയും ഒക്കെ ഇവിടെയല്ലേ, ഈ പരിസരത്തല്ലേ? തൃശൂർ ജില്ലക്കാരനാണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കും, കുട്ടി പഠിക്കുന്നത് തൃശൂരിലെ കോളേജിലല്ലേ, ട്രാൻസ്ഫർ വേണോ, അതോ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മേലാളന്മാർ പറയുന്നത് കേട്ട് നിന്നാ മതിയോ എന്ന് പോലീസിനോട് ചോദിക്കുമ്പോ കേരള പോലീസ് തലകുനിച്ച് പിണറായി വിജയന്റെ പാർട്ടിയുടെ ചിഹ്നമായിട്ടുള്ള അരിവാള് പോലെ നട്ടല് വളച്ച് ഓച്ചാനിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ അഴിമതി ഉണ്ടാകുന്നത്. പോലീസിന് പ്രതിയെ പിടിക്കാൻ തന്റെ ഇടമില്ല, ചങ്കൂറ്റമില്ല. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇത് തെറ്റാണോ എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച സെൻകുമാറിനെ പോലെയുള്ള DGPമാർക്ക് അവരുടെ യൂണിഫോം അഴിച്ചു വാങ്ങി വീട്ടു പൊക്കോളാൻ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാടാണിത്. ആ പിണറായി വിജയൻ ഭരിക്കുന്ന ആരോഗ്യ മേഖലയും തകരും, ആഭ്യന്തര വകുപ്പും തകരും. ഇവിടത്തെ എല്ലാ മേഖലകളിലും അഴിമതി മാത്രമാണുള്ളത്. ഒരൊറ്റ മരുന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്താ ഉൽപ്പാദിപ്പിക്കാത്തത്? ഇവിടെ പ്രഷർ രോഗിയുണ്ട്, ക്യാൻസർ രോഗിയുണ്ട്, ഹൃദ്രോഗിയുണ്ട്, റുമാറ്റിക് ഫീവർ ഉള്ള ആളുകളുണ്ട്. എല്ലാ രോഗങ്ങളും കേരളത്തിൽ വർദ്ധിക്കുകയാണ്. എല്ലാ രോഗങ്ങളും വർദ്ധിക്കുന്നു, രോഗികളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ രോഗങ്ങൾ വർദ്ധിക്കുകയും രോഗികളുടെ എണ്ണം കൂടുകയും സർജറി കൂടുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? സർജറി 4-1 ചുരുങ്ങി. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ഇല്ല. എന്താ അഡ്മിഷൻ ഇല്ലാത്തത്? കിംസിൽ അഡ്മിഷൻ ഉണ്ട്, മിംസിൽ അഡ്മിഷൻ ഉണ്ട്, എലൈറ്റിൽ അഡ്മിഷൻ ഉണ്ട്, അശ്വിനി ഹോസ്പിറ്റലിൽ പോയാൽ അഡ്മിഷൻ ഉണ്ട്, ദയാ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഉണ്ട്. എന്നാൽ സർക്കാർ ആശുപത്രിയിൽ ഒരു MRI സ്കാൻ എടുക്കാൻ വേണ്ടി ഒരു തൃശൂർക്കാരൻ പോയാൽ 3 മാസം കഴിഞ്ഞ് വരാൻ പറയും. 3 മാസം വരെ ജീവിച്ചിരിക്കുമോ പാവപ്പെട്ടവൻ? ഉണ്ടോ? അതിഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി മെഡിക്കൽ കോളേജിലേക്ക് ചെന്നാൽ അവരോട് 3 മാസം കഴിഞ്ഞ് MRI സ്കാൻ എടുക്കണം എന്ന് പറയുന്ന ഡോക്ടർമാരുള്ള ഈ ആരോഗ്യ മേഖലയിൽ പിറകിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവന് വേണ്ടി ബാധിക്കുന്ന പിണറായി വിജയൻ ഒരു ദിവസം നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ കിടക്കുമോ? കിടക്കില്ല. അമേരിക്കയിൽ പോവും. അമേരിക്കയിൽ പോയി പിണറായി വിജയനെ ചികിത്സിക്കണം, ഭാര്യയെ കൊണ്ടുപോകണം, മകൾക്ക് പോകണം, മകന് പോകണം. എന്നാൽ പാർലം പഞ്ചായത്തിലെ ലോക്കൽ നേതാവ്, പ്രാദേശിക നേതാവുണ്ടെങ്കിൽ ആ പ്രാദേശിക നേതാവിന്റെ ഭാര്യയ്ക്ക് ഒന്നും വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? അമേരിക്ക ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ നാടാണ്, അമേരിക്ക സാമ്രാജ്യത്വവാദിയാണ്, അമേരിക്കയിലൊന്നും പോകാൻ പറ്റില്ല. നിന്റെ കുട്ടി ഡിഗ്രിക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് PhDയും കഴിഞ്ഞ് ഒരു ജോലി അന്വേഷിച്ച് പോവുകയാണെങ്കിൽ പറയും ഇവിടെ MDMA കച്ചവടം നടത്തിയാൽ മതി, മയക്കുമരുന്ന് കച്ചവടം നടത്തിയാൽ മതി, അങ്ങനെയുള്ള ബാറ്റ് പരിപാടികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അവര് ചെയ്താൽ മതി, മുഖ്യമന്ത്രിയുടെ മക്കളൊക്കെ സുഖമായിട്ട് പഠിക്കണം. അല്ലേ? അതല്ലേ മാർക്സിസ്റ്റുകാരൻ മനസ്സിലാക്കേണ്ടത്? നിങ്ങളല്ലേ കക്കൂസിനെതിരെ സമരം ചെയ്തത്? നിങ്ങളല്ലേ പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയുടെ വേതനം കുറയുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രാക്ടറിനെതിരെ സമരം ചെയ്തത്? ചെയ്യിപ്പിച്ചില്ലേ നിങ്ങളെ കൊണ്ട്? നിങ്ങളല്ലേ ആപ്പിൾ ഫോണിനെതിരെ സമരം ചെയ്തത്? ഇന്നിപ്പോ എന്താ സ്ഥിതി? ഇന്ന് കേരളത്തിലെ സർവത്ര MLAമാരും സർവത്ര മന്ത്രിമാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭാര്യമാരും മക്കളും എല്ലാവരുടെ കയ്യിൽ ആപ്പിൾ ഫോണാണ്. നിങ്ങൾക്കിതെല്ലാം ആകാം. നിങ്ങൾക്ക് ജയരാജൻ പറഞ്ഞ പോലെ ഇൻഡിഗോക്കെതിരെ ആർക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അല്ലെ? പിണറായിയും ഇൻഡിഗോയിൽ കയറും, കമലയും കയറും, മറ്റു മന്ത്രിമാരൊക്കെ ഇൻഡിഗോയിൽ പോവും. പക്ഷേ പ്രാദേശിക തലത്തില് ഒരു സാധാരണ സഖാവിന്റെ മകന് പഠിക്കാനുള്ള ഒരു കോളേജ്, നല്ലൊരു കോളേജ് ഇവിടെ ഉണ്ടോ? കുട്ടികൾ പഠിച്ച് PhDയും കിട്ടി, അവന് നല്ല സർട്ടിഫിക്കറ്റുമായിട്ട് അവൻ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ MP രാജേഷിന്റെ ഭാര്യ പറയാണ്, ചേട്ടാ എനിക്ക് നല്ല ഒരു ജോലി വേണം. അപ്പൊ MP രാജേഷ് ചോദിച്ചു, ടെസ്റ്റ് എഴുതാതെ ജോലി കിട്ടുമോ? ഭാര്യ പറഞ്ഞു, പിണറായി വിജയനെ വിളിച്ചു പറയേട്ടാ. വിളിച്ചു പറഞ്ഞു, ഭാര്യയ്ക്ക് സംസ്കൃത സർവകലാശാലയിൽ മുന്തിയ ജോലി കൊടുത്തു. അപ്പൊ കണ്ണൂർക്കാരൻ രാജേഷ് പറഞ്ഞു, അവന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്താൽ എന്റെ ഭാര്യയ്ക്കും വേണം ജോലി. അങ്ങനെ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് നമ്മുടെ പിണറായി വിജയന്റെ കൂടെ എപ്പോഴും നടക്കുന്ന കെ കെ രാഗേഷിന്റെ ഭാര്യയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി. അങ്ങനെയാണ് നമ്മുടെ ആരിഫ് ഖാൻ, മുൻ ഗവർണർ ആരിഫ് ഖാൻജി പറഞ്ഞത്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂടും തകർക്കുകയാണ് ഇവിടുത്തെ ബിന്ദു മന്ത്രി. ആരാണ്? തൃശൂർക്കാരിയാണ് ബിന്ദു മന്ത്രി. എത്ര കഴിവുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷനില് പണിയെടുത്ത് ജോലി ചെയ്ത് പ്രൗഢി തെളിയിച്ച സ്ത്രീകൾ ഇവിടെയുണ്ട്.
മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ വിജയരാഘവന്റെ ഭാര്യയായതുകൊണ്ട് മാത്രമാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ കസേരയിൽ കുത്തിയിരിക്കുന്നത് എന്ന് ഇവിടുത്തെ എത്ര സഖാക്കന്മാർക്കറിയാം? കഴിവ് തെളിയിച്ചിട്ടാണോ? പ്രാപ്തി ഉണ്ടായിട്ടാണോ? ആ ബിന്ദു മന്ത്രിക്ക് ഒരു കത്ത് എഴുതായിരുന്നില്ലേ പ്രധാനമന്ത്രി മോദിക്ക്? എഴുതണ്ടേ? എഴുതിയില്ല. അതുപോട്ടെ, വേറൊരു മന്ത്രി ഉണ്ട്. ആരാണ്? ബർമുടയിട്ട് മാത്രം തലകറങ്ങി നിയമസഭയിൽ വീഴുന്ന മന്ത്രി ശിവൻകുട്ടി. ആ ശിവൻകുട്ടിയാണ് മറ്റൊരു എഡ്യൂക്കേഷൻ മന്ത്രി, അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ശിവൻകുട്ടി പറയുകയാണ്, എന്താ പറഞ്ഞത്? PM ശ്രീ സ്കൂളിലേക്ക് വേണ്ട. എന്താ PM ശ്രീ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 കോടി രൂപ പാർലം പഞ്ചായത്തിലും ഇവിടുത്തെ മന്ത്രി വിചാരിച്ചാൽ പാവപ്പെട്ടവരുടെ കുട്ടി പഠിക്കുന്ന ഇവിടുത്തെ സ്കൂളിലേക്ക് 1 കോടി രൂപ കിട്ടുന്ന പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അത് കേരളത്തിന് വേണ്ട. എന്താ വേണ്ടാത്തത്? ഇതിനേക്കാൾ വലിയ ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവരെല്ലാം വാങ്ങുന്നുണ്ടല്ലോ. ആ PM ശ്രീ പദ്ധതിയുടെ പണം വേണ്ട എന്നാവശ്യപ്പെട്ട് 4 കൊല്ലം എന്റെയും നിങ്ങളുടെയും മക്കളുടെ ഭാവി കളഞ്ഞ് PM ശ്രീ പദ്ധതിയിൽ അംഗമാകാതെ നിൽക്കുമ്പോ കോൺഗ്രസിന്റെ നേതാവ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും ഒക്കെ പറയാണ്, എന്താണ് പിണറായി ആ പരിപാടിക്ക് പോണ്ടാട്ടോ. എന്താ കാരണം കുട്ടികളുടെ സ്കൂൾ നന്നായാൽ, അവരുടെ ബ്ലാക്ക് ബോർഡ് നന്നായാൽ, അവരുടെ ടെക്നോളജി നന്നായാൽ, അവർ കമ്പ്യൂട്ടർ കൊടുത്താൽ, അവർക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ തുടങ്ങിയാൽ കുട്ടി വീട്ടിൽ ചെന്നിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോട് പറയാം, അച്ഛാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലാട്ടോ മോദിമാമൻ, ഞാൻ മോദിമാമന്റെ പാർട്ടിക്ക് 18 വയസ്സായ താമരയിൽ വോട്ട് ചെയ്യുമെന്ന് കുട്ടി വീട്ടിൽ പോയി പറയും. അതുകൊണ്ട് PM ശ്രീ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ പെൻഷൻ കൂട്ടിക്കൊടുക്കണ്ടേ? പെൻഷൻ കൂട്ടിക്കൊടുക്കാൻ പ്രഖ്യാപിച്ചു. എപ്പോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പാവപ്പെട്ടവന്റെ പെൻഷൻ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ച ഈ കേരളത്തിന്റെ ഗവൺമെന്റിനോട് നമ്മൾ ചോദിക്കണം, വീടുകളിൽ ചെന്ന് പറയണം, നിങ്ങളുടെ എത്ര മാസത്തെ കുടിശ്ശിക പെൻഷൻ ബാക്കിയുണ്ട്? എത്ര പെൻഷൻ ബാക്കിയുണ്ട്? ധാരാളം പെൻഷൻ കുടിശ്ശിക ബാക്കിയുള്ളപ്പോ പട്ടിണി കിടത്തി ഒരു ദിവസം ഞാൻ സദ്യ തരാം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇത് പാവപ്പെട്ടവനെ പറ്റിക്കാനാണ്. എന്താണ്? ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഏതാണ്ട് കുറച്ചു മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുറച്ചു മാസങ്ങൾ കൂടി പാവപ്പെട്ടവനെ പെൻഷൻ ഞങ്ങൾ ഡബിളാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധാരണക്കാരന്റെ വോട്ടെല്ലാം വാങ്ങി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പെട്ടിയിലിടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോ PM ശ്രീയുടെ ഫണ്ടായാലും കുഴപ്പമില്ല എന്ന് ആര് പറഞ്ഞത്? മുഖ്യമന്ത്രി പിണറായി മോദിയെ കാണാൻ പോകുമ്പോ നമ്മുടെ പ്രധാനപ്പെട്ട കട ഞാൻ പറയുന്നില്ല, കാരണം പിന്നെ ആ കടക്കാരൻ ഇത് ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞതാണോ എന്ന് എനിക്കൊന്നും മിണ്ടാൻ പാടില്ല. കേരളത്തിൽ ഞാൻ എന്ത് മിണ്ടിയാലും കേസാണ്. ഞാൻ KC വേണുഗോപാലിനെതിരെ സംസാരിച്ചാൽ എനിക്കെതിരെ മാനനഷ്ട കേസ്. എന്റെ കൂടെ ഡൽഹിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് BJPയുടെ ഷാളണിയാൻ വേണ്ടി മോദിജിയെ കാണാൻ വന്ന ജയരാജന്റെ കഥ പറഞ്ഞാൽ എനിക്കെതിരെ കേസ്. അപ്പോ അങ്ങനെയൊക്കെ കേസുള്ളത് കൊണ്ട് ഞാനൊന്ന് മാറ്റിമറിച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പൊ താല്പര്യപ്പെടുന്നത്. എന്താ കാരണം? ആളുടെ പേര് പറയില്ല, സ്ഥലം പറയില്ല. കാരണം എനിക്ക് ഈ കോടതി വരാന്തയില് കേസിന് നടക്കലല്ല പണി. ആലപ്പുഴയിലെ ജില്ലാ കോടതിയില് കേസ് നടത്തിയിട്ട് ഒരു പ്രത്യേക ബന്ധമുള്ള ആലപ്പുഴ കോടതിയിൽ ഒരു വ്യക്തിയെ കൊണ്ട് എന്നെ മൂക്കുകൊണ്ട് ഷാവരപ്പിക്കാമെന്നാണ് KC വേണുഗോപാൽ വിചാരിച്ചത്. എനിക്ക് വൈദഗ്ധ്യമൊന്നുമില്ലെങ്കിലും നിയമവൈദഗ്ധ്യമുള്ള 1 ഡസനോളം വരുന്ന വക്കീലന്മാർ, അത് കോൺഗ്രസിന്റെ വക്കീലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്കീലും BJPയുടെ വക്കീലിനെയും ഒക്കെ 10-30 വർഷമായിട്ട് ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത് ധാർമ്മികമായ പോരാട്ടമാണ് എന്നറിഞ്ഞുകൊണ്ട് നിയമത്തിന്റെ പോയിന്റ് ഒക്കെ പറഞ്ഞു തരാനുള്ളത് കൊണ്ട് ആലപ്പുഴ കോടതിയിൽ നിന്ന് കേസ് ഞാൻ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു സ്ത്രീ, നിങ്ങളുടെയൊക്കെ സഹോദരിയായിട്ടുള്ള എനിക്ക് സാധിച്ചു. ഇനി ഞാനും KC വേണുഗോപാലും ഹൈക്കോടതിയിൽ കേസ് നടത്തും. KC വേണുഗോപാൽ പറഞ്ഞത്, KC വേണുഗോപാലിന് ഞാൻ മാനനഷ്ടമുണ്ടാക്കി. മാനനഷ്ടമുണ്ടാക്കാനാണെങ്കിൽ സരിതയുടെ സോളാർ പറഞ്ഞാ പോരെ? എന്തിനാ കരിമണലിന്റെ കഥ പറയുന്നത്? എന്തിനാ കോൾ ബ്ലോക്കിനെ കുറിച്ച് പറയുന്നത്? എന്തിനാ അറബിക്കടലിലെ മേജർ മൈൻസിന്റെ കാര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. സരിത ആ കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ കാണാൻ വന്നതും KC വേണുഗോപാലിന്റെ കഥ പറഞ്ഞതും മാത്രം പ്രസംഗിച്ചാൽ മതി. എവിടെയും നമ്മളത് പ്രസംഗിച്ചിട്ടില്ല, നമ്മളത് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രാജ്യത്തിന്റെ മേജർ മൈൻസ് അങ്ങനെ തോന്നിയ പോലെ ഗണനം ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള പോയിന്റ് പറയുമ്പോ എങ്ങനെയാ മാനം നഷ്ടപ്പെടുന്നത്?
അത് രാജ്യത്തിന്റെ ധനനഷ്ടമുണ്ടാക്കിയ കേസാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കേസുകളിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈ രാജ്യത്തിന്റെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫണ്ട്, ആ കഥയുടെ ബാക്കി ഞാൻ പിന്നെ പറയാം. ആ ഫണ്ട് വാങ്ങാൻ വേണ്ടി നമ്മുടെ നരേന്ദ്രമോദി പോയത് നല്ല ഒരു ആറന്മുള കണ്ണാടിയും കൊണ്ടാണ്. പിന്നെ വേറെ ആനച്ചമയം അതുകൊണ്ടുപോയി. ആറന്മുള കണ്ണാടി കൊടുക്കുന്നത് നമ്മൾ ആരും കണ്ടില്ല. അതെവിടെ വെച്ച് കൊടുത്തു? സാധനം അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോ എന്താണ് അകത്ത് നടന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കാർക്കും അറിയില്ല. എന്തായാലും അപേക്ഷിച്ചിട്ടുണ്ടാകും, കരഞ്ഞിട്ടുണ്ടാകും. എന്റെ മകൻ വിവേകിന്റെ പേര് എന്തിനാ പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അംബാനിയുടെ 3000 കോടി കണ്ടുകെട്ടാൻ ഇന്ത്യയിലെ ED ഉദ്യോഗസ്ഥന്മാർക്ക് 15 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നുവെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ പാവപ്പെട്ടവരുടെ കവർന്നെടുത്ത കോടികൾക്ക് വേണ്ടി ഒരു 10 കൊല്ലം കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരും ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതികളും എന്ന് സൂചിപ്പിക്കാൻ ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എവിടെ പോയിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താ? അഴിമതിയുടെ നിങ്ങളുടെ കഥകൾ മുഴുവൻ, നിങ്ങളുടെ ചരിത്രം മുഴുവൻ അത് പരിശോധിക്കപ്പെടും. അത് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. അദ്ദേഹം നിയമസഭയിൽ എണീറ്റ് നിന്ന് ചോദിച്ചു, എന്താണ് എന്റെ മകൻ വിവേകിന്റെ പേരെന്തിനാണ് പരാമർശിച്ചത്? എന്തിനാ പരാമർശിച്ചത്? നരേന്ദ്രമോദി കൊടുത്ത വലിയ റോഡുണ്ടല്ലോ, വീതിയുള്ള റോഡ് അല്ലെ, NH. ആലപ്പുഴയിൽ നിന്ന് വയലാർ രവി പോയി, ആലപ്പുഴയിൽ നിന്ന് അതിപ്രഗത്ഭന്മാരാണ് എന്ന് പറയുന്ന KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായി, ആലപ്പുഴയിൽ നിന്ന് അരഡസൻ മന്ത്രിമാര് പോയിട്ടും കിട്ടാത്ത ബൈപ്പാസ് കേരളത്തിന് തുറന്നു കൊടുത്തത് നമ്മുടെ ആരാധനായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീമാൻ നിതിൻ ഗഡ്കരിയോട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞു, കേരളത്തിൽ യാത്രാ സൗകര്യമുള്ള റോഡുകൾ വേണം. കാരണം എന്താണ്? ടൂറിസം ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യതയുള്ള ഒരു നാടാണ് ഈ കേരളം. അങ്ങനെ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യാത്രാ സൗകര്യം ഒരുക്കാൻ കേരളത്തെയും സെലക്ട് ചെയ്തപ്പോ നാഷണൽ ഹൈവേ റോഡുകൾ കൊടുത്തു. റോഡ് വേറൊരുത്തൻ ടെൻഡർ എടുത്തു, അപ്പൊ റോഡ് പൊളിഞ്ഞു. പത്രസമ്മേളനം നടത്തിയപ്പോ പിണറായി പറഞ്ഞില്ലല്ലോ ആരാ സബ് ടെൻഡർ എടുത്തത് എന്ന്. എന്താ പറയാത്തത്? ആരാണ് മെയിൻ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് സബ് ടെൻഡർ എടുത്തത് എന്ന് ചോദിച്ചാൽ അത് ഊരാളുങ്കലിന്റെ കൂട്ടുകാരനാണ് റോഡ് പൊളിക്കാനുള്ള പണി ഏറ്റെടുത്തത് എന്ന് പറയാൻ ഇവിടെ അറിവും പ്രാപ്തിയുമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ട്. അതുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ വിഴുങ്ങി റോഡ് നാഷണൽ ഹൈവേ പൊളിഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ മോദിജി കൊടുക്കുന്ന റോഡിൽ ക്യാമറ വെക്കാനുള്ള പണിയല്ലേ മകൻ ഏറ്റെടുത്തത് അല്ലെ? ആ മകന്റെ പേരാണ് വിവേക്. മകന്റെ അമ്മായി അച്ഛനാണ് ടെൻഡർ വിളിച്ചത്. മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിട്ടു, മിനിറ്റ്സ് ബുക്ക് കാണുന്നില്ല. ടെൻഡറിന് പോയ ഫോട്ടോഗ്രാഫ്സ് ഒന്നുമില്ല, ക്യാമറ ഒന്നുമില്ല, എല്ലാം അപ്രത്യക്ഷമായി. ഞാൻ ചോദിക്കുന്നത്, രാജ്യത്തിന്റെ ഗവൺമെന്റ് BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റ് ബൈപ്പാസ് റോഡുകൾ കൊടുക്കുമ്പോ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന് അവസരം കിട്ടുമ്പോൾ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതി നടത്താനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും പരിശ്രമിക്കുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുമ്പോൾ ഒരു കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? കേസ് കൊടുത്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? മക്കളെ നല്ല വഴിക്ക് നയിക്കാനുള്ള ഒരു പ്രചോദനം വേണം. അതിന് മക്കൾ KKG അറിയില്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആരാണെന്ന് അറിയില്ല. കാരണം എന്താണ്? മക്കളൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടില്ല, ഒരു ഇൻക്ലാബ് സിന്ദാബാദും വിളിച്ചിട്ടില്ല. ഒരു കണ്ണൂരിൽ നിന്ന് ഒരു യാത്ര പഴയ കാലത്ത് ഇവരുടെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നടത്തുമ്പോ ആര് റോഡിൽ സമരം നടത്തുന്നത് കണ്ടാലും അവരുടെ നേതാവ് ട്രെയിനിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആ സമരപന്തലിലേക്ക് വരും. അതെന്താണ് സമരം എന്ന് അന്വേഷിക്കും. എന്നാൽ 3.5 കോടി രൂപ ചെലവിൽ ഒരു യാത്ര കേരളത്തിന്റെ മുഖ്യമന്ത്രി കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്ക് നടത്തി. ഏതെങ്കിലും ഒരു അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പുറത്തു തട്ടി ഒരാളുടെ കയ്യിൽ നിന്നൊരു പരാതി സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല. അങ്ങനെയുള്ള കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ നാട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. പാർലമെന്റ് പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഒരുമിച്ചിരിക്കുമ്പോൾ, സ്ഥാനാർത്ഥികൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു വോട്ടെന്നോ
അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് എന്നല്ല. ഞങ്ങളുടെ നേതാവ് ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്ത് 11 വർഷം ഭരിച്ചപ്പോ ആ 11 വർഷം കൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ ആദ്യമായിട്ട് അധികാരത്തിലേക്ക് കയറുമ്പോ ആ പാർലമെന്റ് തൊട്ട് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എന്റെ ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് അമ്പലം കെട്ടലല്ല, എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ഇന്ത്യയിലെ അമ്മമാരുടെ, പെൺകുട്ടികളുടെ, കൗമാരക്കാരായിട്ട് മക്കളുടെ, പെൺമക്കളുടെ ആത്മാഭിമാനം സംരക്ഷിക്കലാണ് എന്നാണ് മോദിജി പറഞ്ഞത്. അല്ലെ? അങ്ങനെ തുടങ്ങിയ ശ്രീമാൻ നരേന്ദ്രമോദിജി സുകന്യാ സമൃദ്ധി പദ്ധതി കൊണ്ടുവന്നു. അത് ഇവിടുത്തെ മുസ്ലിം സഹോദരന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ആരുടെ വീട്ടിലും ഒരു കുഞ്ഞു പെൺകുട്ടി ജനിച്ചാൽ 500 രൂപ നിങ്ങളിട്ടാൽ 500 രൂപ നരേന്ദ്രമോദി തരും. ആ പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി പദ്ധതി. അവൾക്ക് 21 വയസ്സാവുമ്പോൾ പഠനത്തിന് വേണ്ടി കിട്ടും, അല്ല അവളെ വിവാഹം കഴിച്ചു കൊടുക്കാനാണെങ്കിൽ അതിന് കിട്ടും. ആ സുകന്യാ സമൃദ്ധി പദ്ധതി കൊണ്ടുവരികയും അമ്മമാർക്ക് വേണ്ടിയിട്ട് സ്വച്ഛ് ഭാരത് സംവിധാനം കൊണ്ടുവരികയും അതിനുശേഷം മാതൃവന്ദനം പരിപാടി കൊണ്ടുവരികയും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഭീകരവാദികൾ, കണ്ടില്ലേ, ഡൽഹിയിൽ ഭീകരവാദികള് ബോംബ് സ്ഫോടനം നടത്താൻ വന്നു. ഭീകരവാദി ബോംബ് സ്ഫോടനം നടത്തി, മതത്തെ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിച്ചു. അറിവും പ്രാപ്തിയുമില്ലാത്ത ഏതെങ്കിലും അഭ്യസ്തവിദ്യന പഠിപ്പില്ലാത്ത ഒരുത്തനല്ല ബോംബ് സ്ഫോടനത്തിന് പോയത്. ആരാ പോയത്? ഡോക്ടർ. അതായത് ഇസ്ലാം മതത്തിനെ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന 6 പേർ, വിദ്യാസമ്പന്നരായിട്ടുള്ള 6 പേരെ കസ്റ്റഡിയിലെടുത്തു. അല്ലെ? ആ കസ്റ്റഡിയിലെടുത്ത ദിവസം മോദിജിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, ഒരു ചെറിയ പ്രസംഗം. അതിന്റെ ഒരു 2 വരി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാണ്. മോദിജി പറഞ്ഞു, മേ പീഡിത് പരിവാരോം കാ ദുഃഖ് സംജതാവും. എനിക്ക് വേദനിക്കപ്പെട്ടവരുടെ, ഈ മരിച്ചുപോയവരുടെ കുടുംബത്തിന്റെ ദുഃഖം അതെനിക്ക് മനസ്സിലാവും. ആജ് പൂരാ ദേശ് ഉൻകെ സാത്ത് കടാ ഹെ. അവരുടെ കൂടെ രാജ്യം മുഴുവൻ നിൽക്കുകയാണ്. മേം കൽ രാത് ഭർ ഇസ് ഘടന की जांच में जुड़ी सभी एजेंसियों के साथ सभी महत्वपूर्ण लोगों के साथ संपर्क में था. ഇന്നലെ രാത്രി എന്താണ്, ഞാൻ ഈ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ അന്വേഷിക്കുന്ന ഏജൻസികളോടൊപ്പമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വിചാർ വിമർശ് ചൽത്താത. എന്താണ്? ആ ഏജൻസികൾക്കിടയിലെ പല കാര്യങ്ങളും ചർച്ചകളും എല്ലാം ഉണ്ടായി. എന്നിട്ടോ അദ്ദേഹം വീണ്ടും പറയുകയാണ്, ജാൻകാരിയോं के तार जोड़े जा रहे थे, हमारी ഏജൻസിയാ इस षड्यंत्र की तह तक जाएगी. ഈ ഗൂഢാലോചനയുടെ അങ്ങേ അറ്റം വരെ നമ്മുടെ ഏജൻസികൾ പോയിട്ടുണ്ട്, പോകും. എന്നിട്ടോ ഇസ്കെ പീछे ആരാണോ ഇതിന്റെ പിന്നിൽ, ഷഡ്യന്ത്രകാരിയോം കോ ബക്സ നഹീം ജായേഗ, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് ഹിന്ദിയിൽ പ്രസംഗം നടത്തുന്നതിനിടയിൽ ഒരു വരി ഇംഗ്ലീഷിൽ മോദിജി പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കാനാണോ പറഞ്ഞത്? അല്ല. ആ പ്രസംഗത്തിനിടയിൽ ഒരു വരി, ഈ പ്രസംഗം ഇങ്ങനെ പറഞ്ഞു നിർത്തിയിട്ട് മോദിജി പറഞ്ഞു, ഓൾ ദോസ് റെസ്പോൺസിബിൾ വിൽ ബി ബ്രോട്ട് ടു ജസ്റ്റിസ്. നിയമത്തിന്റെ മുന്നിൽ ഇത് ചെയ്തവനെ കൊണ്ടുവരും എന്ന് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചതെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് അദ്ദേഹം അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു. എന്താണ്? ഇവിടത്തെ കാശ്മീരില് ടൂറിസത്തിന്റെ വികസന സാധ്യതകൾ വളർന്നപ്പോ ആ കാശ്മീര് കാണാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് രാമചന്ദ്രേട്ടൻ പോയി. പല പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ പോയി. അവിടെ ടൂറിസ്റ്റ് ആയിട്ട് ചെന്നിട്ടുള്ള അവരുടെ തന്നെ രാമചന്ദ്രേട്ടന്റെ മകളോടൊപ്പം ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, രാജ്യസ്നേഹി. ബിജെപി മുസ്ലിമിനെതിരല്ല. കാരണം ബിജെപിയുടെ നിങ്ങൾ കളിയാക്കിയ, നിങ്ങൾ ആക്ഷേപിച്ച, നിങ്ങൾ RSSകാരൻ എന്ന് വിളിച്ച് RSS വന്നാൽ പള്ളിയിൽ പോകാൻ വെള്ളിയാഴ്ച ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ച ഞങ്ങളുടെ ആരാധ്യനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി രാജ്യം ഭരിക്കുമ്പോ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നമാസ് നടത്താൻ അറിയുന്ന, നിസ്കരിക്കാൻ അറിയുന്ന ഡോക്ടർ അബ്ദുൽ കലാമിനെയാണ് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കി മാറ്റിയത്. അദ്ദേഹത്തോടൊപ്പമാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ നമ്മൾ മുന്നേറിയത്. അങ്ങനെയുള്ള നാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്തു? കാശ്മീരിലെ നല്ലവനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് ഈ ഹിന്ദുക്കളെ കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ, അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു പരിശോധന നടത്തി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ അവരെ രക്ഷിക്കാൻ വന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരനും അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. അവനെയും അവർ കൊല ചെയ്തു. അപ്പോ ഇസ്ലാം ഭീകരവാദിക്ക് ഇസ്ലാമിനോട് സ്നേഹമുണ്ടോ?
മുസ്ലിമിനോട് സ്നേഹമുണ്ടോ? ഇല്ല. അവർക്ക് മതം അവരുടെ ആയുധം മാത്രമാണ്. നമ്മൾ ആ സംഭവത്തിന് ശേഷം ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി പോയത് ആരാണെന്നറിയുമോ? അവിടുത്തെ ഒമർ അബ്ദുള്ളയാണ്. അവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം മുസൽമാനാണ്. പക്ഷെ അദ്ദേഹം ആ മയ്യത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ചെന്ന് മയ്യത്ത് ഏറ്റുവാങ്ങിയിട്ട് ആ നിസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊച്ചി വരെ വരാൻ പറ്റിയില്ല. കൊച്ചി വരെ വന്ന് ഈ മരിച്ചുപോയ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രേട്ടന്റെ അദ്ദേഹത്തിന്റെ ശവശരീരം അടക്കം ചെയ്യുമ്പോ 5 മിനിറ്റ് പോലും നിൽക്കാത്ത ഏക മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ, അല്ലേ? അപ്പൊ പിണറായി വിജയന് മതഭീകരവാദികളോടല്ലേ ബന്ധം? പിണറായി വിജയന് ഇവിടുത്തെ സമൂഹത്തോടാണോ ബന്ധം? ഇവിടുത്തെ പാവപ്പെട്ടവരോടാണോ ബന്ധം? ഇവിടുത്തെ രാജ്യദ്രോഹികൾക്ക് കുടപിടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് തന്നെയല്ലേ വി ഡി സതീശനും? വി ഡി സതീശൻ എന്താ പറഞ്ഞത്? കുട്ടികളെല്ലാവരും ചേർന്ന് ട്രെയിനിൽ ഒരു എന്ത് പാടി? ഏതായിരുന്നു പാടിയത്? അവർ ഒരു ഗണഗീതം ചൊല്ലി. ഈ രാഷ്ട്രത്തെ കുറിച്ചുള്ള ഒരു ഗണഗീതം ആ കുട്ടികൾ ചൊല്ലി. കൈരളി ചാനലിലും മുമ്പ് കുട്ടികൾ ഗണഗീതം ചൊല്ലിയിട്ടുണ്ട്. അന്ന് അവർക്കതറിയില്ല. കൈരളി ചാനലിന്റെ ഗണഗീതം പിന്നീട് നമ്മളൊക്കെ വാട്സപ്പിലൂടെ കണ്ടു, അല്ലെ? കുട്ടികൾ ഗണഗീതം പാടിയപ്പോ രാജ്യദ്രോഹത്തിന് കുടപിടിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിജയന്റെ പാർട്ടിക്കാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പറഞ്ഞു ഗണഗീതം പാടാൻ പറ്റില്ല. എവിടെ? വന്ദേ ഭാരതില്. വന്ദേ ഭാരത് പേര് തന്നെ ഗണഗീതമാണോ? വന്ദേ ഭാരത് എന്ന് ആ ട്രെയിനിന് പേരിട്ടത് തന്നെ ഗണഗീതമല്ലേ? വന്ദേ ഭാരത് എന്താ അതിനർത്ഥം? അമ്മേ പ്രണമിക്കുന്നു എന്നല്ലേ? അതല്ലേ ആ കുട്ടികൾ പാടിയത്, അല്ലെ? അതിന്റെ പേരിൽ വലിയ പ്രശ്നമാണ്. ഇവിടെ തീവ്രവാദി വരുന്നത് പ്രശ്നമല്ല. ഇവിടെ ജോസഫ് മാഷിനെ കൈവെട്ടിയെടുത്തത് പ്രശ്നമല്ല. ഇവിടെ പാനായിക്കുളത്ത് ബസ് കത്തിച്ചത് ഇവർക്ക് പ്രശ്നമല്ല. ഇവിടെ മലപ്പുറം ജില്ലയില് ഇസ്ലാം ഭീകരവാദ കേന്ദ്രം ഏത്? മുസ്ലിമിന്റെ പള്ളിയല്ല, മുസ്ലിമിന്റെ മകനെ അവനറിയാതെ കൊണ്ടുപോയി അവനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവനെ ഭീകരവാദിയാക്കി മാറ്റി. നീ വേണ്ടി വന്നാൽ നിന്റെ ഉപ്പയെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ആ ഭീകരവാദ കേന്ദ്രം അടച്ചുപൂട്ടാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന നെഞ്ചുവിരിവുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി വരേണ്ടി വന്നു കേരളത്തിന്റെ മണ്ണിൽ. പൂട്ടിയില്ലേ ഗ്രീൻ വാലി? എത്ര സെന്ററുകൾ പൂട്ടി? അങ്ങനെ പൂട്ടിയത് എന്തിനാണ്? മുസൽമാന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് എന്തിനാണ് തീവ്രവാദം? നമുക്ക് എന്തിനാണ് വർഗീയവാദം? ഇത് നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ ഭാരതമാണ്, എന്റെയും ഭാരതമാണ്. ഇസ്ലാമിന്റെയും ക്രിസ്ത്യാനിയുടെയും പാഴ്സിയുടെയും ജൈനന്റെയും ജൂതന്റെയും ഭാരതം. നമ്മുടെ അമ്മയാണിത്. നിങ്ങൾ ഇവിടെ നമസ്കാരം നടത്തുമ്പോ, മകളെ കല്യാണം നിക്കാഹ് കഴിച്ചു കൊടുക്കുമ്പോ, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്തുമ്പോ ഞങ്ങൾ അമ്പലത്തിൽ പോവും, ഞങ്ങൾ അവിടെ ദൈവത്തെ വിളിക്കും. ഞങ്ങൾ സർവേ വിശുവിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കച്ചിത് ദുഃഖമാപ്നുഭേദം എന്നുള്ള മംഗളശ്ലോകം ഞങ്ങൾ ചൊല്ലും. ഞങ്ങൾ ചൊല്ലുന്നത് RSSകാരന് സുഖമുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ എന്നല്ല. ആർക്കാണ്? സർവേ വിശുവിന സന്തു, എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ. ഞങ്ങളെ വെടിവെച്ചു കൊല്ലാൻ വേണ്ടി, ഞങ്ങളെ ബോംബെറിയാൻ വേണ്ടി BJPക്കാർ എവിടെ പോകുന്നു എന്ന് പരിശോധിക്കാൻ പോലീസിനകത്ത് ഭീകരവാദികൾ കുത്തിയിരുന്ന്, ഇസ്ലാമിക ടെററിസ്റ്റുകൾ കുത്തിയിരുന്ന് പരിശോധന നടത്തുമ്പോ ഞങ്ങളൊക്കെ രാവിലെ എണീറ്റാൽ കരതലം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഷാജഹാനും ജഹാംഗീറിനും പാപ്പച്ചേട്ടനും വേണ്ടി സർവേബി സുഖിന സന്തു എന്ന് ഞങ്ങൾ ചൊല്ലുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചൊല്ലുകയാണ്. അങ്ങനെ ചൊല്ലുന്ന ഒരു നാട്ടിൽ ഇതം നമമ, ഇതൊന്നും എന്റേതല്ല, രാഷ്ട്രായ സ്വാഹ എന്ന് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സംഘടനയെ മുസ്ലിം സ്നേഹിച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ആരുടെ പാർട്ടി? ഏത്? ഷാനവാസ് ഹുസൈന്റെ പാർട്ടി, നജ്മ ഹെപ്തുള്ളയുടെ പാർട്ടി, ഇത് മുക്തർ അബ്ബാസ് നഖ്വിയുടെ പാർട്ടി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന സലാം സാറിന്റെ പാർട്ടി, അബ്ദുള്ള കുട്ടിയുടെ പാർട്ടി. തൃശ്ശൂരിൽ ഒരു ചെറിയ പെൺകുട്ടി ഇപ്പോ വാർഡില് അവിടെ കോർപ്പറേഷനിൽ മത്സരിക്കുന്നുണ്ട്. നല്ല പള്ളി പോണ കുട്ടിയാണ്, മുംതാസ് എന്നാണ് അവളുടെ പേര്, അവളുടെ പാർട്ടി. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയെ കളിയാക്കുന്ന കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അമിത്ഷാജിയും മോദിജിയും അവര് മെമ്പർഷിപ്പ് എടുത്ത് മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞപ്പോ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യവ്യാപകമായി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ മുസ്ലിം ചെറുപ്പക്കാർ ഈ BJPക്കകത്തേക്ക് കടന്നു വരുന്നത്. പണ്ട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ബാദുഷാ തങ്ങൾ നമ്മളോടൊപ്പം വന്നു.
അവിടെ ഒരുപാട് ആളുകൾ മലപ്പുറം ജില്ലയിൽ നമ്മുടെ പാർട്ടിയിലേക്ക് ചേർന്നിട്ടുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകരം എത്രയായി? കറണ്ട് ചാർജ് എത്രയായി? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് എത്രയായി? എന്താ അത് കുറയ്ക്കാൻ പറ്റാത്തത്? മധ്യപ്രദേശിൽ 1 വട്ടം 2 വട്ടം 3 വട്ടം അധികാരത്തിലിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയെ വീണ്ടും മധ്യപ്രദേശിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിച്ചപ്പോ നരേന്ദ്രമോദിജി പറഞ്ഞു, എന്താണ്, നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ നിങ്ങളെ കേന്ദ്രമന്ത്രിയാക്കുകയാണ്. ഇവിടുത്തെ കർഷകരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്ന, കർഷകർക്ക് ഫസൽ ബീമ യോജന പദ്ധതി കൊടുക്കുന്ന, കർഷകരുടെ ഉൽപ്പന്നത്തിന് വില കിട്ടാനുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ള, കർഷകരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് ഒരു മണ്ഡി സംവിധാനമില്ലാതെ, ഒരു കുത്തകയും വന്നിരിക്കാതെ കർഷകൻ അവന്റെ ഉൽപ്പന്നത്തെ വിറ്റഴിക്കാൻ സാധിക്കണമെന്ന് പറയുന്ന ഈ നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്രത്തിലെ കൃഷിയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് ഒരു പോക്ക് ഈ പിണറായി വിജയൻ പോയോ? പാടത്ത് പണിയെടുക്കുന്ന സഖാക്കൾക്ക് വേണ്ടി പാടിക്കൊടുത്ത്, നിങ്ങൾ കൊയ്യും വയലെല്ലാം എന്താണ് നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാട്ട് പാടിപ്പിച്ച് പാവപ്പെട്ട കോറിനെയും കാളിയെയും പറ്റിച്ച് ഈ പിണറായി വിജയന് കേരളം ഭരിക്കാൻ നീണ്ട വർഷങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് ആ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിൽ ചെന്നിരുന്ന് കേരളത്തിലെ പാലക്കാടിലും അതുപോലെ തന്നെ ആലപ്പുഴയിലെ കുട്ടനാടിലെയും പ്രസാദ് ആത്മഹത്യ ചെയ്തപ്പോ ആ പ്രസാദിന് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? കർഷകൻ നെല്ലുൽപാദിപ്പിച്ചാൽ അവന് പണം കിട്ടില്ല, നെല്ല് വിറ്റ പൈസ കിട്ടണ്ടേ? നമ്മൾ കുറച്ച് കപ്പ നട്ടാൽ, അല്ലെ, നമ്മൾ കുറച്ച് കപ്പ നട്ടാൽ അത് പറിച്ചു കൊടുക്കുമ്പോ പൈസ കിട്ടണ്ടേ? പച്ചക്കറി വെണ്ടയ്ക്ക ഉണ്ടാക്കിയാൽ തക്കാളി ഉണ്ടാക്കിയാൽ പൈസ കിട്ടണ്ടേ? എന്നാൽ നെൽകർഷകൻ അവന്റെ നെല്ല് കൊണ്ടുപോയി കൊടുത്താൽ ഒരു റെസിറ്റ് കുറ്റി കൊടുക്കും. ആ റെസിറ്റുമായിട്ട് ബാങ്കിൽ പോണം. ബാങ്കിൽ ചെന്ന് അവൻ അവന്റെ പൈസയ്ക്ക് വേണ്ടി യാചിക്കണം. അങ്ങനെ ഈ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ കൃഷി വകുപ്പ് മന്ത്രി മിസ്റ്റർ പ്രസാദാണ്, CPIയുടെ നേതാവാണ്. CPI എന്ന് പറഞ്ഞാൽ CPIM കണ്ണുരുട്ടിയാൽ മൂത്രമൊഴിക്കും, അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. കാരണം അത്ര ആളെ അവരുടെ കൂടെ ഉള്ളൂ. എന്നാൽ മന്ത്രിമാർ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കൃഷി വകുപ്പ് മന്ത്രി ആന്ധ്രയിൽ പോകും, കർണാടകയിൽ പോകും, തമിഴ്നാട്ടിൽ പോകും. എന്തിനാണ്? അരി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇവിടത്തെ നെല്ല് വാങ്ങി കൂട്ടിയിട്ട് അത് കർഷകർക്ക് പണം ആവശ്യത്തിന് കൊടുക്കാതെ, കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ സാധിക്കാതെ, ഈ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ, അതിന് പ്രൗഢിയില്ലാതെ, കൃഷി വകുപ്പ് മന്ത്രിയെ കാണാൻ പോകാതെ ഒരു കൃഷി വകുപ്പ് മന്ത്രി കേരളത്തിൽ. അവരെ മാത്രമാണോ കാണാൻ പോയത്? 75,000 വോട്ടിന് തൃശ്ശൂർക്കാരെ ജയിപ്പിച്ച ആളല്ലേ സുരേഷ് ഗോപി? ആ സുരേഷ് ഗോപിക്ക് കൊടുത്ത വകുപ്പ് ഏതാണ്? ടൂറിസം വകുപ്പല്ലേ? ആ ടൂറിസം വകുപ്പ് നമ്മുടെ കടലോരങ്ങളെ മുഴുവൻ ടൂറിസം സാധ്യത ഉണ്ടാക്കുന്ന വകുപ്പല്ലേ? തൃശൂർ ജില്ലയിലെ എത്രയോ സെന്ററുകൾ നമുക്ക് ടൂറിസം മേഖലയ്ക്ക് ഉപയുക്തമാക്കാൻ സാധിക്കും, എന്തെല്ലാം പ്രൊജക്ടുകൾ കൊടുക്കാൻ സാധിക്കും. എന്നാൽ കാശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ടൂറിസം വകുപ്പ് മന്ത്രിമാർ സുരേഷ് ഗോപിയെ ഒന്ന് കാണാൻ കാത്തുകെട്ടിക്കിടക്കുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മരുമോനാണ് ഇവിടുത്തെ ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ്. ഒറ്റത്തവണയും സുരേഷ് ഗോപിയെ കാണില്ല. എന്താ കാണാത്തത്? സുരേഷ് ഗോപിയെ കണ്ടാൽ പ്രൊജക്ട് പറയണം, പ്രൊജക്ട് പറഞ്ഞാൽ അത് നടപ്പിലാക്കണം. അപ്പൊ ടൂറിസം മേഖല വളരും, ആലപ്പുഴ വികസിക്കും, അല്ലെ? ആലപ്പുഴയാണ് കിഴക്കിന്റെ വെനീസ്. ആ കിഴക്കിന്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ നാറിയ വെള്ളമാണ്. അവിടുത്തെ പാവപ്പെട്ടവൻ എന്നും പനിയാണ്. ആലപ്പുഴയുടെ മെഡിക്കൽ കോളേജില് 10 മാസം കുട്ടിയെ അവാഹിച്ച് കൊണ്ടു നടന്ന് പ്രസവിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അവിടെ പായ വിരിച്ചിട്ട് നിലത്ത് കിടക്കാൻ പറയും. അവിടുത്തെ മെഡിക്കൽ കോളേജില് 3 കൊലപാതകങ്ങളാണ് അവിടെ നടന്നത്. എന്താണ്? അമ്മയ്ക്ക് ശുശ്രൂഷ കൊടുക്കാതെ, വയറിനകത്തുള്ള കുഞ്ഞിന് ശുശ്രൂഷ കൊടുക്കാതെ 3 പേർ മരണമടഞ്ഞു. കൊലയല്ലേ അത്? കാരണം ആരാന്റെ വീട്ടിലെ അമ്മ പൈസയുള്ളവൾ നല്ല ആശുപത്രിയിൽ പോയി പ്രസവിക്കുമ്പോ പാവപ്പെട്ടവൻ കേരളത്തിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ മേഖലകളിൽ പോയി പ്രസവിച്ച് മരിക്കുന്നുവെങ്കിൽ ആരാ കുറ്റക്കാർ? കേരളത്തിന്റെ ആരോഗ്യ വകുപ്പല്ലേ? ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ ആലപ്പുഴക്കാർക്ക് ടൂറിസം കൊണ്ട് 10 നയ പൈസ കിട്ടാൻ പാടില്ല. കിട്ടിയാലോ? ഇനിയെങ്ങാനും നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ആലപ്പുഴയിൽ മത്സരിച്ചാൽ നമ്മൾ കണക്ക് മൈക്കിൽ പറയില്ലേ? അപ്പൊ ജയിച്ചാലോ? താമരചിഹ്നത്തിൽ ആളുകൾ വോട്ട് ചെയ്താലോ? അപ്പൊ ഒരൊറ്റ പ്രൊജക്ട് പോലും നടപ്പിലാക്കില്ല. ഞാൻ കൊടുക്കുന്ന പ്രൊജക്ട് കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചു വന്നു കഴിഞ്ഞാൽ മറ്റേ കഥയിൽ പറയണ പോലെ ഇത് എന്താണ്, മനക്കിലെ ആന ഗർഭിണിയായപ്പോ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുപോലെ ഇതെന്റെയാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് നടക്കും മന്ത്രി റിയാസ്. അല്ലാതെ
നമ്മുടെ സുരേഷ് ഗോപി സാറുമായിട്ട് ഒരു ചർച്ചയോ ഒരു പ്രൊജക്ട് കൊടുക്കലോ ഒന്നും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് 7000 കോടി രൂപയിലധികം ജൽ ജീവൻ മിഷന് വേണ്ടി കേന്ദ്രം കേരളത്തിന് നൽകി. കേരളം വാങ്ങിയിട്ടില്ല. 7000 കോടിയിൽ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, 7000 കോടി രൂപ കേന്ദ്രം ജൽ ജീവൻ മിഷന് വേണ്ടി കൊടുത്തപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് 7000 കോടി രൂപ വാങ്ങാൻ നിങ്ങൾ തയ്യാറാകാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടുത്തെ വൃദ്ധന്മാർക്ക് വേണ്ടി, വൃദ്ധകൾക്ക് വേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്ന് എല്ലാ ഹോസ്പിറ്റലുകളിലും ഫ്രീ ചികിത്സ കൊടുക്കാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് വാങ്ങാതിരുന്നത്? കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗ്രാമീണ സഡക് യോജന റോഡുകൾക്ക് കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചപ്പോ അത് വാങ്ങാൻ എന്താണ് പിണറായി വിജയൻ പോകാതിരുന്നത്? നോക്കൂ പ്രിയപ്പെട്ടവരെ, സ്മാർട്ട് സിറ്റികൾക്ക് കേരളത്തിന് വേണ്ടി വകയിരുത്തിയ സ്മാർട്ട് സിറ്റികളുടെ 0.5% പണം പോലും ചെലവഴിച്ചിട്ടില്ല. ലോക്കൽ ബോഡികൾക്ക് ആവശ്യമായ തുക കൊടുക്കുന്നില്ല. ലോക്കൽ ബോഡികൾ ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ലോക്കൽ ബോഡികൾക്ക് ആവശ്യമായ പണം കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദിയെ ആളുകൾ ഇരുന്ന് കുറ്റം പറയണം. നരേന്ദ്രമോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ആവശ്യമായ തുക കൊടുക്കാതെ നിങ്ങൾ പണം ലാപ്സാക്കി കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ രാജ്യത്ത് NHന്റെ നിർമ്മാണം തകൃതിയായിട്ട് നടക്കുകയാണ്. റെയിൽവേ പാളങ്ങളുടെ വികസനം നടക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ കേറിയതേ അറിയൂ, പിന്നെ ഇറങ്ങുമ്പോ നമ്മുടെ എത്രയോ മണിക്കൂറുകൾ നമുക്ക് ലാഭകരമാണ്. പക്ഷേ 2 വന്ദേ ഭാരത് കൂടി വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട് വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാണാൻ പോയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഫീസിബിലിറ്റി ഇല്ല മാഡം. എന്താണ്? റെയിൽവേ പാളങ്ങൾക്ക് കേരളത്തിൽ ഫീസിബിലിറ്റി ഇല്ല. റെയിൽവേ പാളങ്ങൾ ഇരട്ടിപ്പിക്കണം, അതിന് വേഗതയിൽ സ്ഥലം ഏറ്റെടുക്കണം. കുറ്റിപ്പുറം കഴിഞ്ഞാൽ സ്ഥലമില്ല റെയിൽവേക്ക്, എങ്ങനെ വണ്ടി ഓടും? അപ്പൊ വണ്ടി ഓടിക്കണമെങ്കിൽ കൊടുക്കാൻ കേന്ദ്രത്തിന്റെ റെയിൽവേ വകുപ്പ് തയ്യാറാണ്, കോടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്ന് സ്ഥലം ഏറ്റെടുത്ത് പാളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താലല്ലേ വികസനം നടപ്പിലാക്കാൻ പറ്റൂ. അപ്പൊ റെയിൽവേ അതും ഇവിടത്തെ എഴഞ്ഞെഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 4000 ടൺ വിസർജ്യം, അതായത് ട്രെയിനിൽ പോണവരല്ലേ പ്രാഥമിക നിർവ്വഹണം നടത്തും. 4000 ടൺ വിസർജ്യം ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നു. നരേന്ദ്രമോദി വന്നപ്പോ സ്വച്ഛ് ഭാരത് വന്നു, ബയോ ക്ലോസറ്റുകൾ ഉണ്ടായി. ഇപ്പോ മാലിന്യ വിമുക്തമായി. വിമാനത്താവളം പോലെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വരാൻ പോവുകയാണ്. 393 കോടി രൂപ ശ്രീമാൻ സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ടുകൊണ്ട് തൃശൂർക്കാർക്ക് വേണ്ടി അനുവദിക്കുകയും അത് 900 ദിവസം കൊണ്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി ഓർഡർ ഇട്ട നാട്ടിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പോ നമ്മെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ന് 4ാമത്തെ സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ. അമേരിക്കയെ പോലെ നമ്മുടെ രാജ്യം വരാൻ പോകുന്ന നാളുകളിൽ മുന്നേറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയുടെ ലീഡർ ട്രംപ് നമുക്കൊന്ന് ഒരു പിടിക്കാൻ പറ്റുമെന്ന് നോക്കി. ആരെ? നരേന്ദ്രമോദിയെ പിടിക്കാൻ നോക്കിയിട്ട് പറഞ്ഞു, ഇനി നമ്മുടെ രാജ്യവുമായിട്ടുള്ള കരാറൊന്നും വേണ്ട. എന്താ നമ്മൾ ചെയ്ത കുറ്റം? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കപ്പലുകൾ ഉണ്ടാകുന്നു, നമ്മുടെ നാട്ടിൽ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ നാട്ടിൽ അത് കയറ്റുമതി ചെയ്തയക്കുന്നു. കേരളത്തിൽ ഒരു മുറുക്കാൻ കടയില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സ്റ്റാലിൻ പകുതി കമ്മ്യൂണിസ്റ്റ്, പേരിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കമ്മ്യൂണിസം ഒന്നുമില്ല. ആ സ്റ്റാലിന്റെ നാട്ടിൽ അവിടെ നല്ല വികസനവും നല്ല വ്യവസായവും അവിടെ തന്നെ ടെക്നോളജിയും എല്ലാം അവർ പരീക്ഷിക്കുകയാണ്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പിണറായി വിജയൻ വരുന്നത് പോലെ 4 ദിവസം കൂടുമ്പോ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഓരോ വ്യവസായ കേന്ദ്രങ്ങളും ഉദ്ഘാടനം ചെയ്യും. അവിടെ സ്റ്റാലിനും AIDMKയുടെ നേതാവും ഒരുമിച്ച് ചേരും. ഒരുമിച്ച് ചേർന്ന് അവർ ഡൽഹിക്ക് പോകും. അവിടെ ഡൽഹിക്ക് പോയിട്ട് നരേന്ദ്രമോദിയെ തെറി പറയാനല്ല, ആക്ഷേപിക്കാനല്ല, അധിക്ഷേപിക്കാനല്ല, തമിഴ്നാട്ടുകാർക്ക് അവകാശപ്പെട്ട കോടികൾ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി 2 പാർട്ടിക്കാരും BJPയും എല്ലാവരും ഒരുമിച്ച് അത് വാരിക്കൂട്ടി കൊണ്ടുവരുമ്പോ കേരളത്തിൽ ലോകോത്തര നിലവാരത്തിൽ ഒരു വിഴിഞ്ഞം പോർട്ടുണ്ടായി അല്ലെ? ആ ലോകോത്തര നിലവാരത്തിലുണ്ടായ വിഴിഞ്ഞം പോർട്ടിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് ജോലി കിട്ടണമെങ്കിൽ അതെന്തു വേണം? അതിന്റെ വാണിജ്യാടിസ്ഥാനത്തിൽ കപ്പലുകൾ വരണം.
ആ കപ്പലുകളിൽ നിന്ന് സാധന സാമഗ്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്യാനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചിട്ടില്ല. ആളുകൾ തിരുവനന്തപുരത്തുകാർ പറഞ്ഞു, ഞങ്ങൾ എത്ര ഹെക്ടർ വേണമെങ്കിലും കൊടുക്കാം. ഞാനൊക്കെ വിചാരിച്ചു തിരുവനന്തപുരത്ത് സ്ഥലമില്ല എന്നാണ്. അപ്പോ തിരുവനന്തപുരത്ത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും പ്രതിനിധികൾ, ശിവൻകുട്ടി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ പഴയ മന്ത്രി ശിവകുമാർ ഉണ്ടായിരുന്നു, മാധ്യമ സുഹൃത്തുക്കള് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തിന്റെ ഈ നഗരാസൂത്രണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വളരെ അറിവും പ്രാപ്തിയുമുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തു. എന്നിട്ട് അവര് പറഞ്ഞു, നമ്മൾ അപകടം മനസ്സിലാക്കണം. എന്താ അപകടം? അപകടം തമിഴ്നാട്ടില് ഈ ചരക്ക് കപ്പലുകളെല്ലാം തന്നെ അവരുടെ വിനിമയ സാധ്യതയൊരുക്കാൻ അവർക്ക് സ്ഥലം വേണം. ആ സ്ഥലം കേരളം കൊടുത്തില്ലെങ്കിൽ സ്റ്റാലിൻ കൊടുക്കും. ജനങ്ങളുടെ കയ്യിൽ നിന്ന് 3500 ഹെക്ടർ ഭൂമി സ്റ്റാലിൻ അവിടെ അക്വയർ ചെയ്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താണ്? വിഴിഞ്ഞത്ത് വലിയ പുരോഗമനം ഉണ്ടാകുമ്പോൾ ആ പുരോഗമനത്തിന്റെ ഭാഗമായിട്ട് എത്ര ആളുകളാണ് തൊഴിലിന് വേണ്ടിയിട്ട് രാജ്യം വിട്ടു പോകുന്നത്? അല്ലേ? ഈ പ്രദേശത്ത് നിന്ന് പോയിട്ടില്ലേ മുസ്ലിം കുട്ടികള്? ഇല്ലേ? കുവൈറ്റിൽ പോകുന്നു, ഷാർജയിൽ പോകുന്നു, ഓരോ സ്ഥലങ്ങളിലേക്കും പോകുന്നു. ഭാര്യയെ കാണാൻ കൊതിയില്ലാഞ്ഞിട്ടാണോ? ഉമ്മയെ കാണാൻ കൊതിയില്ലാഞ്ഞിട്ടാണോ? ജനിച്ചു വീഴുന്ന കുട്ടിയെ കാണാനായിട്ട് 3 കൊല്ലവും 4 കൊല്ലവും കഴിഞ്ഞ് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അത് കേരളത്തിലേക്ക് അയച്ചു കൊടുത്ത് അവരുണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളല്ലാതെ എന്തുണ്ട് കേരളത്തിൽ? വിദേശത്ത് പോയി പണിയെടുത്ത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ സഹോദരന്മാർ അവർ കേരളത്തിലേക്ക് കൊടുത്തുവിടുന്ന ഈ പണത്തെ പോലും ഉപയോഗിക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കാത്ത, ഭരണ വികസനമില്ലാത്ത ഒരു നാടായി ഈ കേരളം മാറുമ്പോൾ അതിനെതിരെ പ്രതികരണ ശേഷിയുമായിട്ട് പ്രതിപക്ഷം നിൽക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ എന്തു വേണം? നമ്മൾ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കണം. എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ ഞാൻ കഴിഞ്ഞ തവണ തോറ്റത്? എനിക്ക് പറയാൻ അറിയാം. പിണറായി വിജയനെ മൂക്കുകൊണ്ട് ചാ വരപ്പിക്കാൻ, കാര്യങ്ങൾ ചോദിക്കാൻ, നിയമസഭയിൽ പോകാൻ എന്റെ സഹപ്രവർത്തകന്മാരും ഞാനും ഉൾപ്പെടെ 7 പേരെ തോൽപ്പിച്ചില്ലേ? എങ്ങനെയാ തോൽപ്പിച്ചത്? കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നായി. അവർ കുറച്ച് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു. ഞാൻ പരാജയപ്പെട്ടു, ശ്രീമാൻ സുരേന്ദ്രൻ പരാജയപ്പെട്ടു, കൃഷ്ണകുമാർ പരാജയപ്പെട്ടു, കുമ്മനത്തിനെ തോൽപ്പിച്ചു. എത്ര പേരെ തോൽപ്പിച്ചു കേരളത്തിൽ? ഞങ്ങൾ അതിനകത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞെളിഞ്ഞു നിന്ന് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി പിണറായി വിജയൻ ഈസി ആയിട്ട് ഇറങ്ങിപ്പോരുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ അകത്തേക്ക് കടത്തിവിടാത്തത് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും കൂടിയിട്ടാണ്. ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഞാൻ ജനാധിപത്യ വിശ്വാസികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഈ നാടിനെ മാറ്റണം. ഈ നാടിനെ മാറ്റുന്നത് ഈ രാജ്യം മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയോടൊപ്പം എത്താൻ പോകുന്നു. മോർഗൻ സ്റ്റാൻലി പറയുകയാണ്, വലിയ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുകയാണ്, G20യുടെ തലവൻ ഭാരതം, ലോകരാജ്യങ്ങളിൽ മുന്നേറിയിട്ടുള്ളത് ഭാരതാംബ, ഭാരത രാജ്യം. എവിടെ സാമ്പത്തിക തകർച്ചയുണ്ടായാലും ഇന്ത്യയിൽ സാമ്പത്തിക തകർച്ചയുണ്ടാകുന്നില്ല. നമ്മുടെ സാമ്പത്തിക മേഖലയുടെ വിനിമയശേഷി വർദ്ധിക്കുന്നു. 7.5% സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഭാരതമുണ്ടല്ലോ, വരാൻ പോകുന്ന നാളുകളിൽ മോദിജി പറഞ്ഞു, ഒരവസരം കൂടി NDA ഗവൺമെന്റിനുണ്ടായാൽ നമ്മുടെ ഭാരതം ലോകത്ത് 11 രാജ്യങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ നിന്നിരുന്നത്. ഇപ്പൊ 4ാം സ്ഥാനത്താണ്, നാളെ 3ാം സ്ഥാനത്താക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത്. ഫിനാൻസിന്റെ തലപ്പത്തിരിക്കുന്ന നിർമ്മലാ സീതാരാമനാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ആത്മാഭിമാനത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ നാടിനെ നയിക്കാൻ, നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, സഹകരണ സംഘങ്ങളിൽ തട്ടിപ്പ് നടത്താതിരിക്കാൻ നമുക്ക് ഇവിടെയും ആര് വേണം? ഒരു മെമ്പർ ഓഫ് പഞ്ചായത്ത് വേണം. വേണ്ടേ? ജനപ്രതിനിധികൾ ജയിക്കണം. നിങ്ങൾ വീടുകളിലേക്ക് പോകണം. മുസ്ലിം ലീഗുകാരന്റെ വീടാണെന്ന് കരുതി വോട്ട് ചോദിക്കാൻ പോവാതിരിക്കണ്ട ഇത്തവണ. എന്താ കാരണം? ആ ലീഗുകാരന്റെ കുട്ടികൾക്കും അറിയാം മൈനോറിറ്റി മിനിസ്ട്രി ആ കുട്ടികൾക്ക് വേണ്ടി എത്ര കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവൻ അവന്റെ ഉപ്പയ്ക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ പറയും, വിദേശത്ത് ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ട് 16 ഇസ്ലാമിക രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി ഈ RSSലൂടെ കടന്നു വന്ന ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ കൊടുത്തു ഉപ്പ എന്ന് ആ കുട്ടി വീട്ടിലിരുന്ന കഥ പറയുകയാണ്. 16 ഇസ്ലാമിക രാജ്യങ്ങൾ നമ്മുടെ മോദിജിയെ ബഹുമാനിച്ചു, ആദരിച്ചു. അങ്ങനെ ലോകം ഭാരതത്തെ ഉറ്റുനോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് വന്നു മോദിജി? മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, ഇതെല്ലാം നടക്കുകയാണ്. കൊച്ചിയിൽ വലിയ വലിയ കപ്പലുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ IT മേഖലയിൽ. തിരുവനന്തപുരത്തെ ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 1000 കോടി കൊടുത്തു കഴിഞ്ഞു.
പാലക്കാടിലെ കേരളത്തിലെ മിടുമിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് IIT കൊണ്ടുവന്നു കഴിഞ്ഞു. ലോകത്ത് 3 മണിക്കൂറിനുള്ളിൽ ഒരു സർവകലാശാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിൽ. ലോകോത്തര നിലവാരത്തിൽ 3 മണിക്കൂറിനുള്ളിൽ ഒരു സർവകലാശാല നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകളിൽ എവിടെയെങ്കിലും ഒരു സർവകലാശാല ഉണ്ടാവുകയാണ്. കേരളത്തിൽ എത്ര ഉണ്ടായി? ഒന്നുമില്ല. നമ്മുടെ മക്കൾ 10,000 ആളുകൾ അങ്ങനെ ടിക്കറ്റും എടുത്ത് കഷ്ടപ്പെട്ട് ഏത് ഉഗാണ്ടയിലും പോയി ജോലി ചെയ്യാം. 10 രൂപ കിട്ടിയിട്ട് കുടുംബം പുലർത്താൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. ആ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിജി അവിടെ ഒരു പദ്ധതി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിലാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ആ പദ്ധതി വരുന്നതെങ്കിൽ അത് കേരളത്തിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരു ഭരണകൂടം വേണം. അതിനുള്ള മുന്നോട്ടുള്ള പോക്കിന്റെ പടിയായിട്ടാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. തീർച്ചയായിട്ടും ആ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഇനിയും സ്റ്റേജിൽ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു ഗ്യാരണ്ടി ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കും. ഈ പഞ്ചായത്ത് BJPക്ക് തന്നാൽ, NDAക്ക് തന്നാൽ, ഈ പഞ്ചായത്ത് തൃശൂർക്കാർ 75,000 വോട്ടിന് വിജയിപ്പിച്ച ശ്രീമാൻ സുരേഷ് ഗോപിയെ കൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അതിവിടുത്തെ വകുപ്പ് മന്ത്രിയെ കൊണ്ട് സമരം നടത്തിയിട്ടെങ്കിലും വാങ്ങിയെടുക്കാനും ഞങ്ങൾ സ്റ്റേറ്റ് ഘടകം ഗ്യാരണ്ടി എന്ന് പറയാൻ ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് താമര ചിഹ്നത്തിൽ വോട്ട് നൽകണമെന്നും വിജയിപ്പിക്കണമെന്നും NDA കക്ഷി ഞങ്ങളുടെ കൂടെ NDA മുന്നണിയുണ്ട്. ആ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെയും ഹൃദയപൂർവ്വം വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എനിക്ക് ഇനിയും ഒരു ഓൺലൈൻ മീറ്റിംഗിലും പങ്കെടുക്കണം, ഒരു വിപുലമായിട്ടുള്ള ഒരു യോഗത്തിലും പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ സമയം നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. എനിക്കിവിടെ വരാനും നിങ്ങളെ കാണാനും സംസാരിക്കാനും അവസരം കിട്ടിയതിനും ഈ സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് കട നടത്തുന്ന കുട്ടി മുതലാളിമാരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. മൈക്കും സ്റ്റേജും ഒക്കെ സാധാരണ അങ്ങനെയാണ് അല്ലേ? നാട്ടിൻപുറത്തൊരു പൊതുയോഗം നടക്കുമ്പോ ആളുകളെല്ലാം തന്നെ പിരിവ് ചോദിക്കും, പിരിവ് കൊടുക്കും. അങ്ങനെ സഹായം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.